ബാക്കി കാണുന്നവന്മാരാട്ടോ മുതലാളിമാര് ഈ പാക്കേജിന്റെ. എന്നായിരുന്നു പാക്കേജിന്റെ പേര്? കേട്ടില്ല, ഞാൻ കേട്ടില്ല. ഒന്നോടെ വേഫെയർ ഗെറ്റവേസ്. വായ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ല, നീ ഇതെങ്ങോട്ടേ കെട്ടും പാണ്ടൊക്കെ ആയിട്ട്? ഒരു ട്രിപ്പുണ്ട് നമ്മളെ, പറഞ്ഞല്ലോ നമ്മൾ എവിടെ നിന്നാണെങ്കിലും ട്രിപ്പുകൾ പോകുന്നുള്ള ദിവസം പാരീസിൽ നിന്ന്. അത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ട്. അതിന് കേരളത്തിലുള്ള നമ്മുടെ ഞങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് വന്നാ നീ അവരെ കേരളത്തിൽ കൊണ്ടാക്കാൻ നിൽക്കില്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ പറയാൻ പറ്റില്ല, അവരെങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തുന്ന വഴി പോകും. അപ്പോൾ എന്താണെങ്കിലും വീട് അടിക്കും. അപ്പോൾ ഇനി ഞാനീ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലുള്ളവർക്കൊന്നും ഇനി യൂറോപ്പ് ഒരു വിഷയമേ അല്ല. നിങ്ങൾക്ക് ട്രിപ്പുകൾ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിപ്പ് എടുക്കാൻ പോകുന്നത് പാരീസിൽ നിന്നാണ്. അപ്പോൾ ഓൾറെഡി കുറച്ച് ലേറ്റായി, ഒരു ഉച്ചയാകുമ്പോഴത്തേക്കോടെ വരും. അപ്പോൾ ട്രിപ്പിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ആരൊക്കെയാണെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് നമുക്കുണ്ട്. ഒരു കെട്ടും പാട്ടൊക്കെ ഉണ്ട്. 10 ദിവസം ട്രിപ്പാണ്. അപ്പം അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ കൂടെ കുടിക്കുക. മോർ അപ്ഡേറ്റ്സ് ഇൻസ്റ്റാ പേജ്. 10 ദിവസം കഴിയുമ്പോൾ കാണാം. ഗഡികളെ അപ്പോൾ ഫുൾ ടാങ്ക് ഡീസലൊക്കെ അടിച്ച് നമ്മൾ ചെതറാൻ പോവാണ്. ഫുൾ പവർ കൂടെ കുടിക്കോട്ടോ. ഞങ്ങളപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡീസലൊക്കെ അടിച്ചു. ഇച്ചിരി വൈകി പോയായിരുന്നു. നമുക്ക് അവിടെ നിന്ന് പാരീസിൽ നിന്ന് പിക്കപ്പ് 2:30 നമ്മൾ ടാക്കോട്ടാണ് പോകണം. അപ്പോൾ ടാക്കോ ടൈം അനുസരിച്ചാണ് പോകാനായിട്ട്. വേറെ ഷെഡ്യൂളായി. നമുക്കൊരു 450 കിലോമീറ്റർ ഉണ്ട് നമ്മൾ കമ്പനിയിൽ നിന്ന് പാരീസിലേക്ക്. അപ്പോൾ പാരീസ് എയർപോർട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിലുള്ള ആൾക്കാരുടെ എക്സൈറ്റ്മെൻറ്റ് ആരൊക്കെയാണ് എന്ന് കാണാനും പുതിയ പരിചയപ്പെടാനും എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ മലയാളികളുടെ ട്രിപ്പ് ഇവിടെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് ഒരു 10 ദിവസം യൂറോപ്പ് കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്കുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ യൂറോപ്പ് ട്രിപ്പ് കാര്യങ്ങളൊക്കെ പന്നം അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലെ പിള്ളേർ അവരാണ് പാക്കേജ് ചെയ്യണത്. നമ്മളല്ല അവിടുത്തെ പാക്കേജ് ചെയ്യണത്. നമുക്ക് നാട്ടിലൊരു ടീമുണ്ട്, അവരാണ് പാക്കേജ് ചെയ്യണം. അപ്പോൾ അവരുടെ കോൺടാക്ട്സും ഡീറ്റെയിൽസൊക്കെ അടുത്ത വീഡിയോകളിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം അവരുടെ സർവീസും കാര്യങ്ങളും ഹോട്ടലും കാര്യങ്ങളൊക്കെ. അപ്പോൾ കണ്ടറിഞ്ഞാൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്പിലൊക്കെ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. നമുക്കത് വേണ്ട രീതിയിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ബ്രേക്ക് എടുക്കണം. ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം എത്തുള്ളൂ. നമ്മൾ ട്രക്കിൽ പോകണ തന്നെ ഇങ്ങനൊരു വീഡിയോ എടുത്തതായിരിക്കും പണ്ട് ട്രക്കിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു. എൻ്റെ അവസാനം ഇതുപോലെ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ വെച്ച് സിംഗിൾ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങളൊരു അവസരം വന്നിട്ടില്ല. എന്താണെങ്കിലും നമുക്ക് കാണാം, കാഴ്ചകളും കാര്യങ്ങളെല്ലാം കാണാം. ഇനിയപ്പോൾ അടിപൊളി വീഡിയോകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 4 കൺട്രി ഉണ്ട്. നമ്മൾ ഫ്രാൻസ്, നെതർലൻഡ്സ്, ബെൽജിയം, ജർമ്മനി, ഇറ്റലി, അങ്ങനെ 4 കൺട്രി നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 കൺട്രിയിലും മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇൻസ്റ്റയിൽ ഇനിയുള്ള വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആർക്കെങ്കിലും വരാനോ കാര്യങ്ങളൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്നാണെങ്കിൽ പോലും നമുക്ക് പണ്ടത്തെ പോലെയുള്ള പാടോ കാര്യങ്ങളൊക്കെ നമുക്കത് എല്ലാം ടെക്നോളജിയാ വളർന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും വരാനും സ്ഥലങ്ങൾ കാണാനും എല്ലാത്തിനും അവസരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹമുള്ളവർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം. ഇവിടെ നമ്മൾ തന്നെ നമ്മുടെ ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ ക്രമീകരിക്കണേ. പണ്ട് ഉള്ള ആ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ വളരെ ലളിതമായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ യൂറോപ്പ് ട്രിപ്പുകൾ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. നമ്മളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാം. അതുപോലെ കാഴ്ചകൾ കാണാം. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ പിള്ളേരുടെ മറ്റേ സർവീസും കാര്യങ്ങളൊക്കെ കാണാം. അവർക്ക് ഇഷ്ടപ്പെടും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കവർ ചെയ്തേക്കാം. അവരുടെ സർവീസ് ഹോട്ടലും കാര്യങ്ങളും അവരുടെ സംഭവങ്ങളെല്ലാം അവർക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യുക. അവരിനി ഈ പറഞ്ഞ പോലെ അവർ ട്രാവൽസാണ്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ബുക്കിംഗ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് അവർക്ക് വണ്ടി കൊടുക്കുന്നത്, ഹോട്ടൽ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമുള്ള ദിവസമല്ല. പക്ഷേ അവരങ്ങനെ നമ്മൾ ഫസ്റ്റ് ബ്രേക്കിനായിട്ട് നിർത്തിയേക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് പാരീസ് എയർപോർട്ടിലേക്കിനൊരു 100 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അപ്പോൾ ബ്രേക്ക് എടുക്കാൻ ടൈമായി. ബ്രേക്കിനായിട്ടൊരു പമ്പിൽ നിർത്തിയതാണ്. അതിവിടെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഒന്ന് കഴിഞ്ഞാൽ ഗ്ലാസ് മൊത്തം ഈച്ച അടിച്ചിട്ട് വിൻ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളായി കഴിഞ്ഞാൽ ഹൈവേ കൂടെ വരുമ്പോൾ ഫുള്ള് ഈച്ച അടിച്ച് ഗ്ലാസ് നാശം. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പമ്പിൽ നമുക്കറിയാമല്ലോ, പല വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ട്, നമുക്കറിയാം. യൂറോപ്പിലൊക്കെ എല്ലാ പമ്പുകളിലും നമുക്ക് ടോയ്ലറ്റ് സൗകര്യം, അതുപോലെ ഫുഡ് കഴിക്കാനുള്ള സൗകര്യം, ഫുഡ് എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. പല സ്ഥലത്തും പല രീതിയിലായിരിക്കും, പ്രൈസും കുറച്ച് കൂടുതലായിരിക്കും എന്ന് മാത്രം. എന്നാൽ പോലും നമുക്ക് അത്യാവശ്യം വിശപ്പ് മാറ്റാനുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ മോനെ നീണ്ട ക്യൂ നിന്ന് ഉച്ചത്തൊരു ഫുഡ് കഴിക്കാനായിട്ട് ഒരു ക്യാപിച്ചിനോയും ഒരു ബ്രെഡും ചിക്കനാണെന്ന് തോന്നണം എൻ്റെ ഉള്ളിൽ. എന്താണെങ്കിലും നീണ്ടൊരു ക്യൂ ഒക്കെ ഉണ്ടോന്നു. വിശന്നിട്ടും വേണ്ടായില്ല. അപ്പോൾ പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ അതൊക്കെ തന്നെ നല്ലത്. 10 ദിവസം ട്രിപ്പാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊണ്ട് വരാറുണ്ട്. ഇനി 10 ദിവസം ട്രിപ്പ് നമുക്ക് ഉണ്ടായിക്കൊണ്ട് വരാൻ പറ്റില്ല. ചെങ്കളപ്പം നമ്മുടെ ബ്രേക്ക് കഴിഞ്ഞു. അപ്പോൾ ഇനി
നമ്മൾ നേരെ പോവാണ്. അപ്പോൾ നമുക്ക് ആൾക്കാരെ പിക്ക് ചെയ്യാനുള്ളത് 2:30-ക്കാണ്. അപ്പോൾ സമയം ഏകദേശം 1 മണിയായി. ഇനി അവിടെ എയർപോർട്ടിൽ എത്തിയിട്ട് പിക്ക് ചെയ്തിട്ട് വേണം അല്ലേ. അങ്ങനെ എങ്കിൽ നമ്മൾ പാരീസ് CDG എയർപോർട്ടിൽ എത്തിയേക്കുവാണ്. ഇനി ഇവിടെ ഒരു സ്തംഭനം എന്ന് സ്തംഭിപ്പിക്കേണ്ട ഒരു എനിക്ക് തോന്നുന്നു. ഇവിടെ പാർക്കിംഗ് കണ്ടുപിടിച്ച് വണ്ടി കൊണ്ട് ഇടുമ്പോഴേക്കും ഇവർ മിക്കവാറും ഫ്ലൈറ്റ് വേറെ വഴിക്ക് തിരിച്ചു വിടും. നമ്മൾ സ്തംഭിപ്പിക്കും. എന്തായാലും ആൾക്കാർ ഇറങ്ങിയിട്ടുള്ളൂ. 1.5 മണിക്കൂറോളം എടുക്കും. നമ്മൾ 2:30 എത്തി. അപ്പം അങ്ങനെ വിശേഷങ്ങൾ. ഇവിടെ ടെർമിനൽ 1-ലാണ് എല്ലാവരും വന്നേക്കുന്നത്. പിന്നെ ടെർമിനൽ 1-ൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അവിടെ പോയി കുറ്റിയടിച്ച് നോക്കാം എന്താവുന്നുള്ളത്. ചങ്കട അവസാനം നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടോ. ഒരു 2-3 തവണ വലയം വെക്കേണ്ടി വന്നു. അത് പുതിയ സംഭവം അല്ലാത്തതുകൊണ്ടോ വിഷയമല്ല. ആൾക്കാർ വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ചങ്കട ഇപ്പം നമ്മൾ റൂമിലെത്തി ഫ്രഷായി. ഇപ്പം ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഇപ്പോൾ റൂം പാരീസ് ടൗണിൻ്റെ അടുത്ത് തന്നെ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് പാരീസ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ്. പിന്നെ നമ്മുടെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്യണമല്ലോ. കഴിയുമ്പോൾ ഞാൻ പറയാം എങ്ങനെയുണ്ട് റിവ്യൂ എന്നുള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിള്ളേരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് യൂറോപ്പ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വളരെ എളുപ്പമായിരിക്കും. പിന്നെ യൂറോപ്പ് മാത്രമല്ലോ, നിങ്ങൾ എല്ലായിടത്തും ചെയ്യണം. GCC ദുബായ് എല്ലാം ചെയ്യണം. എല്ലാവരും ചെയ്യുന്നുണ്ട്. നാട്ടിൽ അംഗീകൃത ലൈസൻസുള്ള പാക്കേജർമാരാണോ ഇതുകൊണ്ട് വിഷയമുള്ള കേസല്ല. അപ്പോൾ എന്നാലും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ ഇതിനുള്ള വിശേഷങ്ങൾ കാണാം. ഓക്കെ ഗൈസ്. വേറെ ഫുഡ് പാലിമീൽസോ